إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 20-ാമത്തെ ആയത്താണ് പറഞ്ഞു വെച്ചത്. ലാകിനില്ലദീന തഖവ റബ്ബഹും ലഹും ഗുറഫും മിൻ ഫൗഖിഹാ ഗുറഫ് മബ്നിയ്യ തജ്രി മിൻ തഹ്തിഹാൽ അൻഹാർ വഅദല്ലാഹി ലാ യുഖ്ലിഫുല്ലാഹുൽ മിആദ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനം, ഒരു അർത്ഥം നമ്മൾ പറഞ്ഞു പോയിരുന്നു. ഇനിയുള്ളത് അല്ലാമത്തു സഅദി റഹിമഹുല്ലാഹ് അതിന് നൽകിയിട്ടുള്ള വ്യാഖ്യാനം, അത് നമ്മളൊന്ന് വായിക്കുക എന്നുള്ളതാണ്. ലാകിന്നൽ ഗിന കുല്ലൽ ഗിന വൽ ഫൗസ് കുല്ലൽ ഫൗസ് ലിൽ മുത്തഖീൻ الذين أعد لهم من الكرامة وأنواع النعيم ما لا يقادر قدره. സഅദി തുടങ്ങുന്നത് ഇപ്രകാരമാണ്. ഈ ആയത്തിന്റെ അർത്ഥം ലാകിനില്ലദീന തഖവ റബ്ബഹും, എന്നാൽ അവരുടെ റബ്ബിനെ സൂക്ഷിച്ചവർ, ലഹും ഗുറഫുൻ മിൻ ഫൗഖിഹാ ഗുറഫ്, അവർക്ക് റൂമുകളുണ്ട്. മിൻ ഫൗഖിഹാ ഗുറഫ്, അവയുടെ മീതെ ഗുറഫുകളുണ്ട്. അഥവാ പടിപടിയായി വ്യത്യസ്ത ശ്രേണികളിലായി അവർക്ക് റൂമുകൾ ഒരുക്കപ്പെട്ടിരിക്കുന്നു. മബ്നിയ്യ, അവ നിർമ്മിക്കപ്പെട്ടവയാണ്, ഒന്നിനു മീതെ സ്വർണം കൊണ്ടും പവിഴം കൊണ്ടും നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വീടുകളാണ്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവയുടെ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വഅദല്ലാഹ്, ഇത് അല്ലാഹു നൽകുന്ന വാഗ്ദാനമാണ്. ലാ യുഖ്ലിഫുല്ലാഹുൽ മിആദ്, അല്ലാഹു അവന്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും തന്നെ ലംഘിക്കുകയില്ല. അതിന് കൊടുത്ത വ്യാഖ്യാനം ലാകിന്നൽ ഗിന കുല്ലൽ ഗിന, എന്നാൽ ധന്യത എന്ന് പറയുന്നത് കുല്ലൽ ഗിന, മുഴു ധന്യതയും, വൽ ഫൗസ്, അതുപോലെ തന്നെ മഹത്തായ വിജയം, കുല്ലൽ ഫൗസ്, മുഴുവൻ വിജയവും, മുഴുവൻ ധന്യതയും മുഴു വിജയവും, ലിൽ മുത്തഖീൻ, അവസാനം അത് മുത്തഖീങ്ങൾക്ക് മാത്രമായിരിക്കും. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾക്കാണ് ഗിന കൈവരുന്നത്. അവർക്കാണ് ഫൗസ്, വിജയം നേടാൻ സാധിക്കുന്നത്. അല്ലദീന
അഅദ്ദ ലഹും മിനൽ കറാമ അല്ലെങ്കിൽ ഉഇദ്ദ ലഹും മിനൽ കറാമ വഅൻവാഇൻ നഈം മാ ലാ യുഖാദറു ഖദ്റുഹു. ആരാണ് മുത്തഖീങ്ങൾ? അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഉഇദ്ദ ലഹും, അഅദ്ദ തയ്യാറാക്കി സജ്ജീകരിച്ചു, ഉഇദ്ദ സജ്ജീകരിക്കപ്പെട്ടു, ലഹും ഈ മുത്തഖീങ്ങൾക്ക് വേണ്ടി, മിനൽ കറാമ പലതരത്തിലുള്ള ആദരവുകൾ, പലതരത്തിലുള്ള ആദരവുകളും അള്ളാഹു അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. വഅൻവാഇൻ നഈം പല വിധത്തിലുള്ള നഈമുകളും, സ്വർഗീയമായ ആനന്ദങ്ങൾക്കാണ് നഈം എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ആനന്ദങ്ങളും അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. എത്രത്തോളം? മാ ലാ യുഖാദറു ഖദ്റുഹു, അതിന്റെ ഖദർ, അതിന്റെ തോത്, അതിന്റെ കണക്ക് ഒരിക്കലും നമുക്ക് കണക്കാക്കാൻ കഴിയാത്തതാണ്. അതിന്റെ തോത് ഒരിക്കലും കണക്കാക്കാൻ കഴിയില്ല. അത്ര വലിയ, അത്ര വൈവിധ്യമാർന്ന, അത്ര മഹത്തായ നഈമുകൾ, ആനന്ദങ്ങൾ അള്ളാഹു അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. താഴ്ഭാഗത്ത് അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവരാണെങ്കിൽ അവരുടെ ആവാസ സ്ഥാനങ്ങളിലാണ്. അവ പല ശ്രേണികളിലായി, അവരുടെ പദവികൾക്കനുസരിച്ച് വ്യത്യസ്ത ശ്രേണികളിലായി ഒന്നിനു മീതെ മറ്റൊന്നായിട്ട് നിർമ്മിക്കപ്പെട്ടവയാണ്. അവയെല്ലാം തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സ്വർണം, പവിഴം പോലുള്ളത് കൊണ്ടാണ്. ഇത് മൊത്തത്തിലൊരു വാചകം വ്യാഖ്യാനിച്ചതിന് ശേഷം പിന്നെ ഓരോ വാക്കുകൾ പറയാണ്. ലഹും ഖുറഫുൻ, ഉർഫത്ത്, ഉറഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൂം എന്ന് പറയുമെങ്കിലും ഐ മനാസിലു, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനാസിലുകളാണ്, ഭവനങ്ങളാണ്. ആലിയ, ഉയർന്നു നിൽക്കുന്ന ഭവനങ്ങളാണ്. മുസഖ്റഫ, അലങ്കരിക്കപ്പെട്ടിട്ടുള്ള, അലങ്കരിക്കപ്പെട്ട ഉയർന്നു നിൽക്കുന്ന മനാസിലുകൾ, ഗേഹങ്ങൾ, വീടുകൾ അവർക്ക് വേണ്ടി, അവർക്ക് ഒരുക്കപ്പെട്ടിട്ടുണ്ട്. മിൻ ഹുസ്നിഹാ വബഹാഇഹാ വസഫാഇഹാ അന്നഹു യുറാ ളാഹിറുഹാ മിൻ ബാത്തിനിഹാ വബാത്തിനുഹാ മിൻ ളാഹിരിഹാ. മിൻ ഹുസ്നിഹ, അവയുടെ ആ നന്മ, അവയുടെ ആ മേന്മ, വബഹാഇഹ, അവയുടെ ആ ബഹാ, അതിന്റെ ശോഭ, അവയുടെ തെളിച്ചം, വസഫാഇഹ, അവയുടെ ആ തെളിമ, അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന മഹത്തായ ആ ഭവനങ്ങൾ, ആ ഭവനങ്ങളുടെ മികവ് നോക്കുകയാണെങ്കിൽ, അവയുടെ ആ ശോഭ നോക്കുകയാണെങ്കിൽ, അവയുടെ ആ തെളിച്ചം നോക്കുകയാണെങ്കിൽ, അതിന്റെ പ്രത്യേകത അന്നഹു യുറാ ളാഹിറുഹാ മിൻ ബാത്തിനിഹ, അവയുടെ ലാഹിർ, ബാഹ്യമായ ഭാഗങ്ങൾ കാണാൻ പറ്റും. മിൻ ബാത്തിനിഹ, അവയുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ. ഇവിടെ ദുനിയാവില് വലിയ വീടുകൾ കെട്ടും. ആ വീടുകൾ കെട്ടിയിട്ട് വീടിന്റെ ഉള്ളിലിരിക്കുമ്പോൾ വീടിന്റെ ഉള്ളേ കാണാൻ പറ്റുള്ളൂ, പുറം കണ്ട് ആസ്വദിക്കാൻ കഴിയില്ല. പുറം കാണാൻ വേണ്ടി പുറത്തിറങ്ങിയാൽ ഉള്ളിലിരിക്കാനും കഴിയില്ല. ഇത് ഉള്ളിലിരുന്നു കൊണ്ട് തന്നെ അതിന്റെ ലാഹിർ കാണാൻ പറ്റും. വബാത്തിനുഹാ മിൻ ളാഹിരിഹ, അതിന്റെ പുറത്തിരുന്നിട്ട് അതിന്റെ ഉള്ളും കാണാൻ പറ്റും. വമിൻ ഉലുവ്വിഹാ വർത്തിഫാഇഹ, അവ ഉന്നതമായ സ്ഥാനങ്ങളിലാണ് പണി കഴിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അവയുടെ ഉലുവിൽപ്പെട്ടതാണ്, അവയുടെ ഉയരങ്ങളിൽപ്പെട്ടതാണ്. വർത്തിഫാഇഹ, അവ ഉയർന്നു നിൽക്കുന്നു. ഉലുവ്, ഇർത്തിഫാഅ് ബിമഅനൻ വാഹിദ്, അവയുടെ ഉയരത്തിന്റെയും അവ മീതെ നിൽക്കുന്നതിന്റെയും അവസ്ഥ നോക്കുകയാണെങ്കിൽ അന്നഹാ തുറ, അവയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവ കാണപ്പെടാവുന്നത് കമാ യുറ അൽ കൗകബുൽ ആബിറു ഫിൽ ഉഫുഖ് അശ്ശർഖി അവിൽ ഗർബി, കമാ യുറ കാണപ്പെടുന്നത് പോലെ, അൽ കൗകബ് അൽ ഗാബിർ, വേഗത്തിൽ അങ്ങനെ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രത്തെ പോലെ ഉണ്ടായിരിക്കും. ഫിൽ ഉഫുഖ് അശ്ശർഖി അവിൽ ഗർബി, കിഴക്കൻ ചക്രവാളത്തിൽ അല്ലെങ്കിൽ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ, കിഴക്കൻ ചക്രവാളത്തിലോ പടിഞ്ഞാറൻ ചക്രവാളത്തിലോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രത്തെ ദൂരെ നിന്ന് നമുക്ക് നോക്കിക്കാണാവുന്നത് പോലെ
അവയെ നോക്കിക്കാണാവുന്നതാണ്. അത്രയും ഉയരങ്ങളിലാണ് അവ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സ്വർഗം അത്രയും വലിയ ലോകാണ്. അർദുഹസ്സമാവാതു വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അത്രയും വിശാലമാണത്. അവിടെ വിശ്വാസികൾക്കായി, മുത്തഖീങ്ങളായ ആളുകൾക്കായി അള്ളാഹു ഒരുക്കിയിരിക്കുന്നത് വ്യത്യസ്ത മനാസിലുകളാണ്, വിവിധ ശ്രേണികളിലുള്ള ഭവനങ്ങളാണ്. ആ ഭവനങ്ങൾ ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കിഴക്കൻ ചക്രവാളത്തിലൂടെ കടന്നു പോകുന്ന ഒരു നക്ഷത്രം കണക്കെ, അല്ലെങ്കിൽ പടിഞ്ഞാറൻ ചക്രവാളത്തിലൂടെ മുറിച്ചു കടന്നു പോകുന്ന ഒരു നക്ഷത്രം കണക്കെ ഉയരങ്ങളിലൂടെ അത് കടന്നു പോകുന്നത് പോലെ അവയെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും. വലിഹാദാ ഖാല, അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് മിൻ ഫൗഖിഹാ ഗുറഫുൻ, അവയ്ക്കുമീതെ ഗുറഫുകളുണ്ട്. അവർക്ക് അള്ളാഹു ഒരുക്കപ്പെട്ടിരിക്കുന്നത് ഗുറഫുകളാണ്, ഭവനങ്ങളാണ്. ആ ഭവനങ്ങൾക്ക് മീതെ വീണ്ടും ഭവനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഉന്നതമായ ശ്രേണികൾ, താഴെയുള്ള ഒരു ശ്രേണി കഴിഞ്ഞാൽ, ഒരു നില കഴിഞ്ഞാൽ അതിന്റെ മീതെ വേറെ വരാനുണ്ട്, അവയുടെ മീതെ വേറെ വരാനുണ്ട്. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഐ ബഅ്ളുഹാ ഫൗഖ ബഅ്ദ് എന്ന് വെച്ചാൽ അവയിൽ ചിലത് മറ്റു ചിലതിന്റെ മീതെയാണ്. സ്വർഗത്തിൽ തന്നെ താഴെയുള്ള പദവിയുണ്ട്, അതിനു മീതെയുള്ള പദവിയുണ്ട്, അതിനു മീതെയുള്ള പദവിയുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത പദവികൾക്കനുസരിച്ച് അവ ഒന്നിനു മീതെ മറ്റൊന്നായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. മബ്നിയ്യത്തുൻ, അവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ബിദഹബിൻ വഫില്ലത്തിൻ, സാധാ മണ്ണും കോൺക്രീറ്റും ഒന്നും ഉപയോഗിച്ചിട്ടല്ല, അല്ലെങ്കിൽ മെറ്റൽ ഉപയോഗിച്ചിട്ടൊന്നുമല്ല. അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ബിദഹബിൻ വഫില്ലത്തിൻ, സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമാണ്. വമിലാതുഹ അൽ മിസ്കുൽ അസ്ഫർ, വമിലാതുഹ, അത് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മോർട്ടാർ, സിമന്റ്. മിലാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ പറയാ, ഒരു നിർമ്മിതി, ഒരു എടുപ്പൊക്കെ ഉണ്ടാക്കുമ്പോ അതിലെ ബ്ലോക്കുകൾ തമ്മിൽ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മോർട്ടാറിനാണ്, അല്ലെങ്കിൽ സിമന്റിനാണ് സാധാരണ മിലാത്ത് എന്ന് പറയുന്നത്. അപ്പോ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കട്ടികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്, അവയെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്, അവയെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന മിലാത്ത്, അത് കോൺക്രീറ്റ്, അത് സിമന്റ് എന്താണെന്ന് ചോദിച്ചാൽ അൽ മിസ്കുൽ അസ്ഫർ, മിസ്കുൻ അസ്ഫർ ആണ്. മിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്തൂരിയാണ്. അസ്ഫർ എന്ന് പറഞ്ഞാൽ നല്ല സുഗന്ധമുള്ള, ചെറിയ രൂപത്തിൽ വാസന ഉള്ളതിന് അസ്ഫർ എന്ന് പറയില്ല, നല്ല വാസന ഉള്ളതിനാണ് അസ്ഫർ എന്ന് പറയാ. അത് എല്ലാ വാസനക്കും ചേർത്ത് പറയൂല. മിസ്ക് പോലുള്ള വളരെ വിശേഷപ്പെട്ട സുഗന്ധങ്ങൾക്കാണ് അത് ചേർത്ത് പറയാറുള്ളത്, അസ്ഫർ എന്ന് പറയാറുള്ളത്. അസ്ഫർ അടിച്ചു വീശുന്ന പരിമളമാകണം, നല്ല പരിമളമാകണം, നല്ല ശക്തമായി പ്രചരിക്കുന്ന, ശക്തമായിട്ട് കിട്ടുന്ന വാസനാകണം. അപ്പോ അടിച്ചു വീശുന്ന സൗഗന്ധിക പരിമളമുള്ള മിസ്ക് കൊണ്ടാണ് ആ ബിൽഡിങ്ങിന്റെ, അല്ലെങ്കിൽ സ്വർഗത്തിന്റെ, സ്വർണത്തിന്റെയും വെള്ളിയും കൊണ്ട് അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ആ ബ്ലോക്കുകൾ ഉറപ്പിച്ചിരിക്കുന്ന മിലാത്ത്, അത് മിസ്കുൻ അസ്ഫറാണ്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അങ്ങനെയുള്ള ഒന്നിനു മീതെ മറ്റൊന്നായി പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ ഭവനങ്ങളുടെ താഴ്ഭാഗത്തുകൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അൽ മുത്തദഫിഖ, നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അൽ മുത്തദഫിഖ, നല്ല കുത്തിയൊലിച്ചുകൊണ്ടിരിക്കുന്ന നദികൾ. ചെറിയൊരു പേരിന് മാത്രം കണ്ണീരൊഴുകല്ല, വെള്ളം നല്ല വെള്ളമുണ്ട്. തദഫഖ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിർഗളിച്ചു കൊണ്ടിരിക്കണം, ശക്തമായി പുറത്തേക്ക് ഒഴുകി തള്ളി ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമായിരിക്കണം. അൽ മുസ്തിയലിൽ ബസാത്തീൻ, തോട്ടങ്ങൾ നനക്കുന്ന അവയ്ക്ക് ജലസേചനം ചെയ്യുന്ന അരുവികളാണ്. അസ്സാഹിറ വൽ അസ്ജാർ അത്വാഹിറ, അവിടെയുള്ള തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ബസാത്തീൻ അസ്സാഹിറ, ശോഭിച്ചു നിൽക്കുന്ന തോട്ടങ്ങളാണ്. വൽ അസ്ജാർ അത്വാഹിറ, അവിടെയുള്ള വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊരു വൃത്തിയുള്ള വൃക്ഷങ്ങളാണ് എന്നറിയോ, ശുദ്ധമായ വൃത്തിയുള്ള വൃക്ഷങ്ങൾ. ആ വൃക്ഷങ്ങൾക്ക്, അല്ലെങ്കിൽ അവിടെയുള്ള ആ ശോഭിച്ചു നിൽക്കുന്ന തോട്ടങ്ങൾക്ക് എല്ലാം വേണ്ടത്ര വെള്ളം കൊടുക്കുന്ന, അവയെ ജലസേചനം നടത്തുന്ന നദികളാണവ. ഫതഗില്ലു ബിഅൻവാഇ സിമാർ അല്ലദീദ, ഫതഗില്ലു,
അങ്ങനെ ആ നല്ല വെള്ളം കൊണ്ട് നനച്ചിക്കുന്ന ആ തോട്ടങ്ങളുണ്ടല്ലോ, ആ തോട്ടങ്ങൾ വരുമാനം നൽകും. അതിൽ നിന്ന് വരുമാനമായി കിട്ടും, അവ ഉൽപ്പാദിപ്പിക്കും. ബിഅൻവാഇസ്സിമാർ, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളും. അല്ലദീദ, എന്നാൽ സ്വാദിഷ്ടമായ പലതരം ഉൽപ്പന്നങ്ങളും ആ തോട്ടങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ചു തരും. വൽ ഫാക്കിഹ അന്നളീജ, അതുപോലെ തന്നെ ആ തോട്ടങ്ങളിൽ നിന്ന് കിട്ടുന്നത് പഴങ്ങളാണ്. സമറ് സിമാറ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഏത് തരം കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും സിമാറ് എന്ന് പറയും. അത് പഴമായിക്കൊള്ളുന്നില്ല, ഉൽപ്പന്നം, ഈൽഡാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഈൽഡ് ലദീദത്താണ്, ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്തതല്ല, മനുഷ്യന് വളരെ ആർത്തിയോട് കൂടി കഴിക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. അതുപോലെ തന്നെ വൽ ഫവാക്കിഹ്, പഴങ്ങൾ, അന്നളീജ, റൈപ്പായി കിടക്കുന്ന, പാകമായി കിടക്കുന്ന പഴങ്ങൾ. വഅദല്ലാഹ്, ഈ പറഞ്ഞതെല്ലാം ഇത്തരത്തിലുള്ള സ്വർഗങ്ങൾ, പല ശ്രേണികളിലായി ഭവനങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗങ്ങൾ. ആ ഭവനങ്ങളുടെ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ സ്വർഗത്തിന്റെ നിർമ്മിതി സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമാണ്. അവയുടെ ബ്ലോക്കുകൾ ഉറപ്പിച്ചിരിക്കുന്നത് മിസ്കുൻ അസ്ഫർ, നന്നായി അടിച്ചു വീശുന്ന സൗഗന്ധിക പരിമളമുള്ള മിസ്കാണ്, കസ്തൂരിയാണ്. അവരുടെ ഭവനങ്ങളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ അവർക്ക് കാണാൻ പറ്റുന്നത് അരുവികളാണ്, നല്ല അരുവികൾ, നന്നായി വെള്ളമൊഴുകുന്ന അരുവികൾ. ആ അരുവികൾ, അവിടെ ശോഭിച്ചു നിൽക്കുന്ന തോട്ടങ്ങളുണ്ട്, ആ തോട്ടങ്ങൾക്ക് വേണ്ടത്ര വെള്ളം കൊടുക്കുന്നു, അവിടെയുള്ള മരങ്ങൾക്ക് വേണ്ടത്ര വെള്ളം കൊടുക്കുന്നു. അവിടുത്തെ വൃക്ഷങ്ങളും മരങ്ങളും തോട്ടത്തിലുള്ള മറ്റ് ചെടികളും അവർക്ക് ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ പഴങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നു. വഅദല്ലാഹ്, ഈ പറഞ്ഞിട്ടുള്ള ആരാമങ്ങളും സ്വർഗീയ സുഖങ്ങളും അല്ലാഹു അവൻ നൽകുന്ന വാഗ്ദാനമാണ്. ലാ യുഖ്ലിഫുല്ലാഹുൽ മിആദ്, അല്ലാഹു അവൻ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒന്നുമേ ലംഘിക്കുകയില്ല. ലഖദ് വഅദൽ മുത്തഖീന ഹാദ സവാബ്, അല്ലാഹു മുത്തഖീങ്ങൾക്ക് വഅദ് നൽകിയിരിക്കുകയാണ്, വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഹാദ സവാബ്, ഈ ഒരു വരിയിൽ പറഞ്ഞവസാനിപ്പിച്ചിരിക്കുന്ന പ്രതിഫലങ്ങൾ. ഫലാ ബുദ്ദ മിനൽ വഫാഇ ബിഹി, അല്ലാഹു ഇങ്ങനെ സ്വർഗീയമായ ആനന്ദങ്ങൾ നൽകുമെന്ന് പറഞ്ഞാൽ ഫലാ ബുദ്ദ മിനൽ വഫാഇ ബിഹി, ആ വാഗ്ദാനം അത് പാലിക്കുക തന്നെ ചെയ്യും, അത് പാലിക്കാതിരിക്കില്ല. ഫൽയൂഫൂ ബിഖിസാലി തഖ്വ, അല്ലാഹു അത് പാലിക്കും. അവൻ പാലിച്ച് ഈ തരത്തിലുള്ള സ്വർഗീയമായിട്ടുള്ള സുഖങ്ങളും അനുഗ്രഹങ്ങളും നമുക്കവൻ പൂർത്തീകരിച്ച് തരണമെങ്കിൽ ഫൽയൂഫൂ, മനുഷ്യരായ ആളുകൾ അവരാദ്യം പൂർത്തീകരിക്കേണ്ടതുണ്ട്. ബിഖിസാലി തഖ്വ, തഖ്വയുടെ എല്ലാ കാര്യങ്ങളും. ഹസ്ലത്ത്, ഹിസാൽ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ, വിഷയങ്ങൾ, കാര്യങ്ങൾ. ഉമൂർ, അമ്രു, ഉമൂറാണ്. അത്തഖ്വ, തഖ്വ, ഒരാൾ മുത്തഖിയാകാൻ വേണ്ടി പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഏതാണോ ആ കാര്യങ്ങൾ മനുഷ്യർ പൂർത്തീകരിക്കട്ടെ. ലിയുവഫീഹിം ഉജൂറഹും, അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിനുള്ള റിവാർഡ്, അതിനുള്ള പ്രതിഫലം അവർക്ക് പൂർണ്ണമായി നൽകുക. ഇതാണ് ഈ ആയത്തിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം. ആർക്കു വേണമെങ്കിലും വായിച്ചാൽ കിട്ടാവുന്ന അത്ര ലളിതമാണ്. ഞാൻ ഒരു തവണ കൂടെ ഒന്ന് ജസ്റ്റ് അങ്ങ് പോകാം. നിങ്ങൾ ആ വാചകത്തിലൂടെ നോക്കിക്കോ. ലാക്കിന്നൽ ഗിന കുല്ലൽ ഗിന വൽ ഫൗസ കുല്ലൽ ഫൗസ്, എന്നാൽ ധന്യത, മുഴുധന്യതയും മഹത്തായ വിജയം, മുഴുവിജയവും ആർക്കാണ് ലഭിക്കാൻ പോകുന്നത്? ലിൽ മുത്തഖീൻ, അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലദീന ഉഇദ്ദ ലഹും, അവർക്ക് വേണ്ടി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു, മിനൽ കറാമ, ഒരുപാട് ആദരവുകൾ, വൻവാഇൻ നഈം, വ്യത്യസ്തമായിട്ടുള്ള ആനന്ദങ്ങൾ, ആനന്ദങ്ങളുടെ ഇനങ്ങൾ. മാ ലാ യുഖാദറു ഖദ്റുഹു, അതിന്റെ തോത് കണക്കാക്കപ്പെടാവതല്ല. ലഹും ഗുറഫ്, അവർക്ക് റൂമുകളുണ്ട്, ഭവനങ്ങളുണ്ട്. മനാസിലു ആലിയ മുസഖ്റഫ, ഉയർന്നു നിൽക്കുന്ന ഭവനങ്ങൾ. മുസഖ്റഫ, അലങ്കരിച്ചു വച്ചിരിക്കുന്ന ഭവനങ്ങൾ. മിൻ ഹുസ്നിഹാ വ ബഹാഇഹാ വ സഫാഇഹാ, ആ ഭവനങ്ങളുടെ മികവ്, അവയുടെ ശോഭ, അവയുടെ തെളിമ, അതിൽപ്പെട്ടതാണ് അന്നഹു യുറാ ളാഹിറുഹാ മിൻ ബാത്തിനിഹാ, അവയുടെ ബാഹ്യം ഉള്ളിൽ നിന്നുകൊണ്ട് കാണാൻ പറ്റും.
വബാത്തിനുഹാ മിൻ ളാഹിരിഹാ, അവയുടെ ബാത്തിന്, ഉൾഭാഗം, അവയുടെ പുറത്തു നിന്ന് കാണാൻ പറ്റും. അത്രയും ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ, വൃത്തിയുള്ള, അത്രയും തിളക്കമുള്ള വീടുകളാണത്. വമിൻ ഉലുവ്വിഹാ വർത്തിഫാഇഹാ, അവ താഴ്ന്നു നിൽക്കുന്നവയല്ല, അവ ഉയർന്നു നിൽക്കുന്നവയാണ്. അവയുടെ ഉയർച്ചയുടെയും ഉയരത്തിന്റെയും കാര്യം പറയുകയാണെങ്കിൽ അന്നഹാ തുറ, അവയെ കാണാൻ സാധിക്കുക, കമാ യുറ അൽ കൗകബുൽ ഗാബിർ, ഒരു മുറിച്ചു കടന്നു പോകുന്ന ഒരു നക്ഷത്രത്തെ പോലെ നമുക്ക് ഉയരങ്ങളിൽ കാണാൻ പറ്റും. ഫിൽ ഉഫഖി ശർഖി അവൽ ഗർബി, കിഴക്കൻ ചക്രവാളത്തിലോ പടിഞ്ഞാറൻ ചക്രവാളത്തിലൂടെയോ മുറിച്ചു കടന്നു പോകുന്ന ഒരു നക്ഷത്രം കണക്കെ ഈ ഗേഹങ്ങൾ ഉയരങ്ങളിൽ നിൽക്കുന്നതിനാൽ നമുക്ക് ദൂരെ നിന്ന് നോക്കി കാണാവുന്നതാണ്. വലിഹാദ ഖാൽ, അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് മിൻ ഫൗഖിഹാ ഗുറഫ് എന്ന് പറഞ്ഞാൽ ഐ ബഅ്ളുഹാ ഫൗഖ ബഅ്ളിൻ, ആ ഗേഹങ്ങളിൽ ചിലത് മറ്റു ചിലതിനു മീതെയാണ്, ചിലത് താഴ്ന്ന പദവിയിലാണ്, ചിലത് അതിനേക്കാൾ മീതെയുള്ള പദവിയിലാണ്, ചിലത് അതിനേക്കാളും മീതെയുള്ള പദവിയിലാണ്, ചിലത് അതിനേക്കാളും മീതെയുള്ള പദവിയിലാണ്. ഇങ്ങനെ വ്യത്യസ്ത പദവികളിലും ശ്രേണികളിലുമായിട്ടാണ് ഉയരങ്ങളിലേക്ക് അള്ളാഹു ഇത്തരത്തിലുള്ള ഗേഹങ്ങൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. വബിനീയത്തും ബിദഹബിൻ വഫിള്ളത്തിൻ, അവ നിർമ്മിച്ചിരിക്കുന്നത് സ്വർണം കൊണ്ടും വെള്ളിയുമാണ്. വമിലാത്തുഹ, ആ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ബ്ലോക്കുകളെ തമ്മിൽ ഉറപ്പിച്ചു നിർത്തുന്ന മോർട്ടാർ, സിമന്റ് എന്താണെന്ന് ചോദിച്ചാൽ അൽ മിസ്കുൽ അസ്ഫർ, അടിച്ചു വീശുന്ന സൗഗന്ധിക പരിമളമുള്ള മിസ്കാണ്, കസ്തൂരിയാണ്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവയുടെ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ അരുവികൾ അൽ മുതദഫിഖ, നിർഗളിക്കുന്ന, വെള്ളം നന്നായി ശക്തമായി തള്ളി തള്ളി ഒഴുകി വരുന്ന അരുവികളാണ്. അൽ മുസ്തിയത്തു ലിൽ ബസാതീനി സാഹിറ വൽ അസ്ജാരി ത്വാഹിറ, ശോഭിച്ചു നിൽക്കുന്ന തോട്ടങ്ങൾക്കും നല്ല വൃത്തിയുള്ള ശുദ്ധമായ വൃക്ഷങ്ങൾക്കും അത് ജലസേചനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫതഗില്ലു, അങ്ങനെ ആ തോട്ടങ്ങളോ വൃക്ഷങ്ങളോ അവ നമുക്ക് ഉൽപ്പാദിപ്പിച്ചു തരുന്നു. ബി അൻവാഇ സിമാർ അല്ലദീദ, ആസ്വാദ്യകരമായ പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളും. വൽ ഫവാകിഹ് അന്നളീജ, പാകമായിരിക്കുന്ന പഴങ്ങളും. വഅദല്ലാഹ്, അല്ലാഹുവിന്റെ വാഗ്ദാനമാണിത്. ലാ യുഖ്ലിഫുല്ലാഹുൽ മിആദ്, അല്ലാഹു അവന്റെ വാഗ്ദാനങ്ങൾ ഒന്നുമേ ലംഘിക്കുന്ന പ്രശ്നമില്ല. വഖദ് വഅദൽ മുത്തഖീൻ ഹാദ സബബ്, തീർച്ചയായും അവൻ അല്ലാഹു മുത്തഖീങ്ങൾക്ക് ഇപ്പറഞ്ഞ പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഫലാ ബുദ്ദ മിനൽ വഫാഇ ബിഹി, അല്ലാഹു വാഗ്ദാനം ചെയ്താൽ അത് പൂർത്തീകരിച്ചേ നിൽക്കൂ, അത് പൂർത്തീകരിക്കൽ നിർബന്ധമായി തീർന്നു. ഫല്യൂഫു ബിഖിസാലിത് തഖ്വ, അതുകൊണ്ട് ആദ്യം അവർ തഖ്വയുടെ കാര്യങ്ങൾ, തഖ്വയുടെ ഓരോ കാര്യങ്ങളും അവർ പൂർത്തീകരിക്കട്ടെ. ലിയുവഫിയഹും ഉജൂറഹും, അവർക്കുള്ള പ്രതിഫലം പൂർണ്ണമായി അവൻ നൽകുന്നതിന് വേണ്ടി. ഇതാണ് 20-ാമത്തെ ആയത്ത്. ഇനി നമുക്ക് തൊട്ടടുത്ത ആയത്ത് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം, എന്നിട്ട് അവസാനിപ്പിക്കാം. 21-ാമത്തെ ആയത്ത്, അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ ഫസലകഹു യനാബിഅ ഫിൽ അർളി ثم يخرج به زرعا مختلفا ألوانه ثم يهيج فتراه مصفرا ثم يجعله حطاما إن في ذلك لذكرى لأولي الألباب. എന്താ പറയുന്നത്? അലം തറ, റആ യറ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണല്ലോ വാക്കിന്റെ അർത്ഥം. കണ്ടു എന്നാണ് വാക്കിന്റെ അർത്ഥം. നീ കണ്ടിട്ടില്ലേ? യറ, അവൻ ഒരുവൻ കാണുന്നു. തറ, നീ ഒരുവൻ കാണുന്നു. നീ കണ്ടിട്ടില്ലേ? എന്താ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്നത്? അഥവാ ഇവിടെ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ നീ ചിന്തിച്ചിട്ടില്ലേ എന്നായിരിക്കും അതിന്റെ ഉദ്ദേശാർത്ഥം. അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിരിക്കുന്നു. മിനസ് സമാഇ മാഅൻ, ഭൂമിയിൽ, മിനസ് സമായി, ഉപരിലോകത്ത് നിന്ന് അവൻ ഇറക്കിയിരിക്കുന്നു. മാഅൻ, വെള്ളം ഇറക്കിയിരിക്കുന്നു. ഫസലകഹു യനാബിഅ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫസലകഹു, ആ വെള്ളത്തെ അവൻ പ്രവേശിപ്പിച്ചിരിക്കുന്നു.
ജനാബിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമ്പോഴുകള്, ഉറവകളിലേക്ക്, ഭൂമിയിലുള്ള ഉറവകളിലേക്ക് ആ വെള്ളത്തെ അള്ളാഹു പ്രവേശിപ്പിച്ചിരിക്കുന്നു. സുമ്മ യുഖ്രിജു ബിഹി സർഅൻ, പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വെള്ളം കൊണ്ട് അവൻ പുറത്തു കൊണ്ടുവരുന്നു, ഉൽപ്പാദിപ്പിക്കുന്നു സർഅൻ, കൃഷി, മുഖ്തലിഫൻ അൽവാനുഹു. കൃഷി എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും തരത്തിലുള്ളതല്ല. ലൗന് എന്ന് പറഞ്ഞാൽ നിറം എന്നാണ്. പക്ഷെ നിറം എന്നാണെങ്കിലും ഇവിടെ ഉദ്ദേശിക്കുന്നത് നിറമെന്ന് നമ്മൾ മലയാളത്തിൽ പറയുമെങ്കിലും അറബിയില് ലൗന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനം, പല തരത്തിലുള്ള പല ഇനങ്ങളിലുള്ള കൃഷികൾ അവൻ ഉൽപ്പാദിപ്പിക്കുന്നു എന്നാകും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതില് ധാന്യങ്ങളുണ്ട്, പഴങ്ങളുണ്ട്, അതുപോലെ തന്നെ ചെടികളും വള്ളികളുമുണ്ട്. അരി, ഗോതമ്പ്, ചോളം പോലുള്ളതുണ്ട്. അതല്ലാതെ പഴങ്ങൾ, പലതരത്തിലുള്ള നമ്മൾ കഴിക്കുന്ന പഴങ്ങളുണ്ട്, പച്ചക്കറികളുണ്ട്, ചീര പോലുള്ള അങ്ങനെയുള്ള ഇലകളുണ്ട്. നമുക്ക് വേണ്ടത് മാത്രമല്ല, പുല്ലും കാര്യങ്ങളും പശുക്കൾക്ക് അല്ലെങ്കിൽ കാലികൾക്ക് കഴിക്കാനുള്ളതുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള പലതരം കൃഷികൾ അവൻ ഉൽപ്പാദിപ്പിച്ചു ആ വെള്ളം കൊണ്ട്. പിന്നീട് അതെല്ലാം കൂടെ അങ്ങോട്ട് യഹീജു, അത് ഇളകി വശാകുന്നു. എപ്പോഴാണ് അത് ഇങ്ങനെ വളർന്ന് ഉയർന്നു വരുന്നത്, മാറിയിട്ട് അതിന്റെ സ്വഭാവം മാറുന്നത്? അത് അതിന്റെ വളർച്ച പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അത് താഴേക്ക് പോന്നു. പിന്നെ അതിനൊരു പകർച്ച വരികയായി. ഫതറാഹു മുസ്ഫറ, അതിനെ നിനക്ക് കാണാൻ സാധിക്കും മുസ്ഫറൻ, ഒരു മഞ്ഞ രൂപത്തിലാണ് പിന്നെ നിനക്ക് കാണാൻ പറ്റുക. ഫതറാഹു മുസ്ഫറൻ സുമ്മ യജ്അലുഹു ഹുത്വാമ, അങ്ങനെ ഒരു കളർ ചേഞ്ച് കാണും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോ ഇതെല്ലാം തന്നെ പിന്നെ ഹുത്വാമായിട്ടുണ്ടാകും, ചവറുകളായിട്ടുണ്ടാകും, വൈക്കോൽ ചവറുകളായിട്ടുണ്ടാകും. ഇന്ന ഫീ ദാലിക ലദിക്റാ ലിഉലിൽ അൽബാബ്, തീർച്ചയായും അതില് നമ്മെ ചില കാര്യങ്ങൾ ഉണർത്തുന്നുണ്ട്. ഇത് നമുക്ക് ഒരു 50 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സായാല് 60 തവണ നമ്മൾ ജീവിതത്തിൽ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ഒരു പ്രതിഭാസമാണ്. എല്ലാ വർഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷാവർഷം അവൻ വെള്ളമിറക്കിക്കൊണ്ടിരിക്കുന്നു. ആ വെള്ളമിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി അത് സടകുടഞ്ഞെഴുന്നേൽക്കുന്നു, അത് ഹരിതാഭയണിയുന്നു. എല്ലാ തരത്തിലുള്ള ചെടികളും സസ്യലതാദികളും വൃക്ഷങ്ങളും മുളച്ചു പൊങ്ങുന്നു. അങ്ങനെ ആ മുളച്ചു പൊങ്ങി അവയെല്ലാം തന്നെ ഭൂമിയിൽ നിന്നുള്ള ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് വളർന്നു വലുതാകുന്നു. അവയുടെ പൂർണ്ണതയിലെത്തുന്നു. പിന്നെ അതിന് പകർച്ച സംഭവിക്കുന്നു. അങ്ങനെ അത് നമ്മൾ പിന്നെ നോക്കുമ്പോഴതാ അതങ്ങ് ഉണങ്ങാൻ തുടങ്ങുകയാണ്, അതിന്റെ നിറം മാറുകയാണ്, അത് മഞ്ഞ കളറാകുന്നു. പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതെല്ലാം തന്നെ ഭൂമിയിലേക്ക് ചാഴ്ന്നു കിടന്ന് അവസാനം ചവറുകളായിട്ട് വൈക്കോലുകളായി, വൈക്കോലിന്റെ ചപ്പു ചവറുകളായി തീരുന്നു. ഇത് സസ്യലോകത്ത് ഇങ്ങനെയാണ്. ഇത് നിരന്തരം ഇവിടെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിഭാസമാണ്. അങ്ങനെ ചത്തൊടുങ്ങി ഭൂമിയിൽ ഒതുങ്ങിക്കഴിഞ്ഞ ഈ സസ്യങ്ങൾ പിന്നെ അള്ളാന്റെ ഒരു കൽപ്പന വരുമ്പോ ചിലപ്പോൾ അടുത്ത വർഷം വരും. ആ മുകളിൽ നിന്നുള്ള കൽപ്പന വരുന്നു, വെള്ളമിറങ്ങുന്നു. വെള്ളം തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ വീണ്ടും അത് ഉയർത്തെഴുന്നേൽക്കുകയായി. ഈ ചെടികളെല്ലാം തന്നെ, നെല്ലിന് നെല്ല്, ഗോതമ്പിന് ഗോതമ്പ്, ബാർലിക്ക് ബാർലി, എല്ലാം, പഴത്തിന് പഴം, അടക്കയാണെങ്കിൽ അടക്ക, മാങ്ങയാണെങ്കിൽ മാങ്ങ, തേങ്ങയാണെങ്കിൽ തേങ്ങ, എല്ലാം
ഈ ഭൂമിയിൽ നിന്ന് തന്നെ രണ്ടാമത് മഴ കിട്ടുമ്പോൾ അവയെല്ലാം തന്നെ മുളച്ചു പൊങ്ങുകയായി. ഇങ്ങനെ ഒരു ജീവിതം, പിന്നൊരു മരണം, പിന്നെയും പുനരുത്ഥാനം, പിന്നൊരു ജീവിതം, മരണം, പുനരുത്ഥാനം, ഈ പ്രക്രിയ ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സസ്യലോകത്ത്. ഒരു ലേശം മനുഷ്യന് ബുദ്ധി ഉണ്ടെങ്കിൽ, മൂളുണ്ടെങ്കിൽ മനുഷ്യനടക്കമുള്ള ജന്തുജാതികളുടെ ജന്തുലോകത്തിന്റെ സ്ഥിതിയെക്കുറിച്ച് ആലോചിക്കില്ലേ? സസ്യലോകത്ത് ഇങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ ജന്തുലോകത്തും ഇതുപോലെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു അവസ്ഥ വരില്ലേ? കുറെ കാലം ഈ ഭൂമിയിൽ ജീവിച്ച് അവസാനം നമ്മുടെ വയസ്സാകുമ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ആയുസ് കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവം മാറി, ഉണങ്ങി വരണ്ടു, പിന്നെ ആൾ എഴുന്നേൽക്കാതായി, പിന്നെ അദ്ദേഹത്തിന്റെ ശരീരഭാഗങ്ങളെല്ലാം തന്നെ ആർക്കും തൊടാൻ പോലും പറ്റാത്ത വിധത്തിൽ അത് ഡിസിന്റഗ്രേറ്റ് ചെയ്തു, ഈ ഭൂമിയിൽ അങ്ങ് ലയിച്ചു പോകുന്നു. കഴിഞ്ഞോ? ഇനി ഒരു മടക്കമില്ലേ? സസ്യലോകത്ത് ഇത് മടക്കം സ്വാഭാവികമാണ്. അത് വർഷങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് അതൊരു ഉണർത്തലാവണം, അത് റിമൈൻഡർ ആവണം. അത് സസ്യലോകത്ത് മാത്രമല്ല, ജന്തുലോകത്ത് കൂടി അങ്ങനെ ഒരു സംഭവം വരാനിരിക്കുന്നു. അള്ളാന്റെ കൽപ്പന വന്നാൽ ഈ ഭൂമുഖത്ത് ആരൊക്കെ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ടോ അവരൊക്കെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അൻസല മിനസ് സമാഇ മാഅൻ, വെള്ളമിറക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ മറ്റൊരു കൽപ്പനയാകും ഇറങ്ങുന്നത്. ആ കൽപ്പന വരുമ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ച് ഈ ഭൂമിയിൽ അടങ്ങിക്കഴിഞ്ഞ മനുഷ്യര് അവർ മുഴുവനും എഴുന്നേറ്റ് വരേണ്ടി വരും. ഇന്ന ഫീ ദാലിക ലദിക്റ, തീർച്ചയായും അതിലൊരു ദിക്റുണ്ട്. തീർച്ചയായും അതില് ഒരു ദിക്റുണ്ട്. അതൊരു വ്യക്തമായ ഒരു റിമൈൻഡറാണ്. ആർക്കുള്ള റിമൈൻഡറാണത്? അത് ഇന്ന ഫീ ദാലിക ലദിക്റ, അതിലൊരു റിമൈൻഡർ ഉണ്ട്. ഉലുൽ അൽബാബ്, ആർക്ക്? ഉലുൽ അൽബാബിന്. ഉലുൽ അൽബാബ്, ലുബ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലുബ് എന്ന് പറഞ്ഞാൽ കാമ്പ് എന്നാണ് നേരെ വാക്കിന്റെ അർത്ഥം. ലബീബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലുബുള്ള, കാമ്പുള്ളവൻ എന്നാണ്. കാമ്പുള്ളവൻ എന്നായിത്തീരുന്നു. അങ്ങനെ ഉൾക്കാമ്പുള്ള ആളുകൾ, മൂളുള്ള ആളുകൾ, അവർക്ക് അതിൽ നിന്ന് അവരൊരു പാഠം പഠിക്കും. മൂളല്ലാത്ത മനുഷ്യന്മാര്, കാലികളെപ്പോലെ അല്ലെങ്കിൽ അവരെക്കാളും വഴിതെറ്റിയവരായി ജീവിക്കുന്ന ആളുകൾ, അശ്രദ്ധരായി ജീവിക്കുന്ന ആളുകൾ, അവർക്ക് ഇതല്ല, ഇതിലും വലിയ പ്രതിഭാസങ്ങൾ അള്ളയും മലക്കുകളും നേരെ മുന്നിൽ വന്നാലും അവര് വേറെന്തെങ്കിലും പറഞ്ഞിട്ടൊഴിയും. അള്ളാഹു ചോദിക്കുന്നുണ്ട്, എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറക്കുന്നു. ആ ദൃഷ്ടാന്തങ്ങളിലൂടെ അവർ കടന്നു പോകുന്നു. എന്നാൽ ആ ദൃഷ്ടാന്തത്തെക്കുറിച്ച് അവരൊന്ന് ചിന്തിക്കാൻ തയ്യാറാകുന്നില്ല. വഹുമൻഹാ മുഅ്രിദൂൻ, അതിലൂടെ അങ്ങ് ചവിട്ടി മതിച്ച് അവരങ്ങ് നടന്നങ്ങ് പോകും. എന്നാൽ അവരതിൽ നിന്ന് മുഖം തിരിച്ചവരാണ്. അതിനെക്കുറിച്ചൊന്ന് ഉറ്റാലോചിക്കാൻ, പര്യാലോചിക്കാൻ, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് തലയിൽ കയറ്റാൻ അവർ തയ്യാറില്ല. ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. കാരണം ചിന്തിച്ചാലല്ലേ ബുദ്ധിമുട്ടുള്ളൂ. ചിന്തിക്കാതെ അങ്ങനെ പോയാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലല്ലോ. ഇതാണ് അവരുടെ അവസ്ഥ. ആയത്ത് നേരെ പച്ചക്കല്ല, എന്നാൽ സൂചനകളിലൂടെ നമ്മളെ പിടിച്ചുകൊണ്ടുപോകുന്നത് നമ്മുടെ ഭാഗധേയത്തെക്കുറിച്ചാണ്, നമ്മുടെ മസീറിനെ കുറിച്ചാണ്. നമ്മുടെ ഈ ജീവിതം ഇവിടെ അങ്ങോട്ടുണ്ട് ഉണങ്ങി നമ്മളങ്ങ് വീണ് കഴിഞ്ഞാൽ ഒരു നെല്ല് അതങ്ങ് വീണതുപോലെ അങ്ങ് വീണു കഴിഞ്ഞു. പക്ഷെ മഴ പെയ്താൽ ആ നെന്മണിയിൽ നിന്ന് വീണ്ടും 1000 നെൽക്കതിരുകൾ വീണ്ടും വരാനുണ്ട്, വീണ്ടും ഉയർന്നു നിൽക്കുന്നുണ്ട്. എന്നതുപോലെ ഇവിടെ ഭൂമിയിൽ ലയിച്ചു പോയ ആ മനുഷ്യന്റെ അവശിഷ്ടം ഈ ഭൂമിയിലുണ്ട്. അതിൽ നിന്ന് അള്ളാഹു അവനെ രണ്ടാമത് സംഘടിപ്പിച്ചു കൊണ്ടുവരുന്ന അള്ളാഹ് പറയണത്. അവന്റെ എല്ലാ ഭാഗങ്ങളും തിരിച്ചു കൊണ്ടുവന്നിട്ട് റീഅസംബിൾ ചെയ്യും എന്നാണ് അള്ളാഹു പറയുന്നത്.
അതിലേക്ക് നമ്മളെ ശ്രദ്ധ പോകാൻ, നമ്മുടെ ശ്രദ്ധ പിടിച്ചുകൊണ്ടുപോകാൻ പര്യാപ്തമായ വലിയ ഒരു പ്രതിഭാസം, വലിയൊരു ദൃഷ്ടാന്തം ഇങ്ങനെ വർഷാവർഷങ്ങളിൽ നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ ആവർത്തിച്ചിട്ട് നമ്മളത് ചിന്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം അശ്രദ്ധരാണ്. ആയത്തിന്റെ അർത്ഥങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോക്കൂ. അലം തറ, അവൻ കണ്ടിട്ടില്ലേ? നീ കണ്ടിട്ടില്ല, അവനല്ല, നീ കണ്ടിട്ടില്ലേ? നിന്റെ അകക്കണ്ണുകൊണ്ട് നീ ഇതുവരെയും കണ്ടിട്ടില്ലേ? എത്ര തവണ? 40 വയസ്സ് കഴിഞ്ഞ ആളാണെങ്കിൽ 40 തവണ കണ്ടില്ലേ ഇത്? നമ്മുടെ നാട്ടിൽ ചുരുങ്ങിയത് 40 തവണ കണ്ടില്ലേ ഇത്? അത് കണ്ടിട്ട് അത് മനസ്സിൽ കേറിയോ? നീ അത് കണ്ടില്ലേ? നീ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ലേ? അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ, നിശ്ചയമായും അള്ളാഹു ഉപരിയിൽ നിന്ന് വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഉപരിയിൽ നിന്ന് വെള്ളം ഇറക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? എത്രയാണ് വെള്ളം? ഈ വെള്ളത്തേക്ക് അള്ളാഹു ആകാശത്ത് ഉയർത്തി നിർത്തുന്നത് എങ്ങനെയാണ്? ഏതൊരു ഫോമിലാണ് അള്ളാഹു ഈ ഭൂമിയിലുള്ള കടൽ വെള്ളത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള കാർമേഘങ്ങൾ അങ്ങോട്ട് ഉയർത്തുന്നത്? എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്ന പ്രദേശങ്ങളിലേക്ക് ഈ കാർമേഘങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്നത്, അവൻ ഉദ്ദേശിക്കുന്ന ഇടങ്ങളിൽ അവ മഴയായിട്ട് പെയ്തിറങ്ങുന്നത്. അങ്ങനെ അൻസല മിനസ് സമാഇ മാഅൻ, ഭൂമിയിൽ നിന്ന്, ഉപരിലോകത്ത് നിന്ന് അവൻ വെള്ളമിറക്കി. ആ വെള്ളം ഇറങ്ങിയാൽ ഫസലക്കഹു, ആ വെള്ളം മുഴുവൻ ഒലിച്ചു പോകുന്നില്ല, കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒലിച്ചു പോകുമായിരിക്കും. പക്ഷെ ആ വെള്ളത്തെ അവൻ പ്രവേശിപ്പിക്കുകയാണ് യനാബീർ, എമ്പുഴകൾ, ഉറവകളിൽ. ഈ ഭൂമിയിൽ ഉറവയുടെ ചാലുകളുണ്ട്, നീർച്ചാലുകളുണ്ട്. ആ നീർച്ചാലുകളിലേക്ക്, ഉറവയുടെ ചാലുകളിലേക്ക് ഈ വെള്ളത്തെ അള്ളാഹു പ്രവേശിപ്പിക്കുന്നു. നമ്മളതിന് അണ്ടർഗ്രൗണ്ട് വാട്ടർ എന്ന് പറയും. നമുക്കും കാര്യങ്ങൾക്കും ഉപകരിക്കുന്ന വിധത്തിൽ നമ്മളത് ശേഖരിക്കുന്നു, നമ്മളത് കിണർ കുത്തിയെടുക്കുന്നു. ആ ഉറവകളിലൂടെ, അരുവിച്ചാലുകളിലൂടെ ഈ വെള്ളത്തെ, പെയ്തിറങ്ങുന്ന വെള്ളത്തെ അള്ളാഹു പ്രവേശിപ്പിക്കുന്നത് കൊണ്ട് ഭൂമിയുടെ അന്തർഭാഗത്ത്, ഭൂമിയുടെ ഉൾഭാഗത്ത്, അണ്ടർഗ്രൗണ്ട് വാട്ടർ എന്ന് നമ്മൾ പറയുന്ന ഭൂഗർഭജലം, ഭൂമി ആ ജലത്തെ ഗർഭം ധരിച്ചിരിക്കുകയാണ്, ഉള്ളിലൊതുക്കി വെച്ചിരിക്കുകയാണ്. ആ വെള്ളം ഉപയോഗിച്ച് സുമ്മ യുഖ്രിജു ബിഹി സർഅൻ, അവൻ സർഅ് ഉൽപാദിപ്പിക്കുന്നു, പുറത്തു കൊണ്ടുവരുന്നു. മുഖ്തലിഫൻ അൽവാനുഹു, അത് ഏതെല്ലാം തരത്തിലുള്ള സർആണെന്ന് പറയാൻ പറ്റില്ല, അത്ര അധികം വൈവിധ്യങ്ങളുള്ള, ഇനങ്ങളുള്ളതാണ്. ഓരോന്നോരോന്ന് നമ്മൾ കാണും. ഇന്നലെ കാണാത്ത പഴങ്ങൾ ഇന്ന് കാണും. ഇന്നലെ ഇതുവരെ, ഈ പ്രായത്തിലിടയ്ക്ക് ഇതുവരെ കേൾക്കാത്ത കുറെ സാധനങ്ങൾ പുതിയത് വരും. അത് ബ്രസീലിൽ ഉണ്ടായതാണ്, അത് ഇന്തോനേഷ്യയിൽ ഉണ്ടായതാണ്, അത് തായ്ലൻഡിൽ ഉണ്ടായതാണ്. പേര് നമ്മുടെ നാട്ടിലുള്ള അതേ പേര് തന്നെയാണ്, പക്ഷെ വേറെ വേറെ സാധനങ്ങൾ. മുഖ്തലിഫൻ അൽവാനുഹു, വിവിധ ഇനങ്ങളിലുള്ള, വിവിധ തരത്തിലുള്ള സർഅകൾ, കൃഷികൾ അവൻ ഉൽപ്പാദിപ്പിക്കുന്നു. സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ, ഈ മഴവെള്ളം കൊണ്ട് ഉയർന്നു പൊങ്ങി നിൽക്കുന്ന ഈ സസ്യലതാദികൾ അവ പിന്നീട് ഉണങ്ങിപ്പോകുന്നു, പകർച്ച സംഭവിച്ചുണങ്ങിപ്പോകുന്നു. അങ്ങനെ പകർച്ച സംഭവിച്ചുണങ്ങിയാൽ ഫതറാഹു മുസ്ഫറ, അവയുടെ ഇതുവരെ നല്ല കാണാൻ രസത്തിൽ നിന്നിരുന്ന ഇലയാണ്, പൂവാണ്, കായാണ്, തണ്ടാണ്, അതെല്ലാം തന്നെ മഞ്ഞളിച്ചു പോകുന്നു. നോക്കി നിൽക്കെ അത് പിന്നീട് ഹുത്വാമായി മാറുന്നു, തുരുമ്പുകളായി മാറുന്നു, വൈക്കോൽ തുരുമ്പ് പോലെയുള്ള ചവറുകളായി മാറുന്നു. ഇന്ന ഫീ ദാലിക ലദിക്റ, തീർച്ചയായും അതിലുണ്ട്, ലദിക്റ, ഉറപ്പായും ഒരു റിമൈൻഡർ ഉണ്ട്. ആർക്ക്? ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക്. നമ്മള് ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ, ചുറ്റും നടക്കുന്ന പ്രതിഭാസങ്ങൾ കണ്ടില്ല എന്ന് വരരുത്, അത് കണ്ടേ പറ്റൂ. അവക്ക് നേരെ നമ്മുടെ കണ്ണും കാതും, നമ്മുടെ വാതായനങ്ങൾ മുഴുവൻ, അള്ളാഹ് നമുക്ക് നൽകിയിരിക്കുന്ന മുഴുവൻ ഫാക്കൽറ്റീസും നമ്മൾ തുറന്നു പിടിക്കണം.